സഹോദരങ്ങളെ, അങ്ങനെ ശൈത്താന് സ്പർശിക്കാൻ കഴിയാത്ത, സ്വാധീനിക്കാൻ കഴിയാത്ത എത്രയെത്ര മഹാന്മാരുണ്ട് ഈ ഉമ്മത്തില്. അത് ആലോചിച്ചുകൊണ്ടാണ് ഇബ്ലീസുൽ ലഈനെന്ന് പൊട്ടിക്കരഞ്ഞത്. എനിക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകൾ കുറവായി പോകുന്നുണ്ടല്ലോ, എനിക്ക് പിടുത്തം കിട്ടാത്ത ഒരുപാട് നല്ല നല്ല വ്യക്തിത്വങ്ങൾ ഈ ഉമ്മത്തിൽ ജനിക്കാനുണ്ടല്ലോ. എങ്ങനെ സ്വാധീനിച്ചാലും അവന്റെ വലയത്തിൽ പെടാതിരിക്കുന്നതിന് അള്ളാഹു നമുക്ക് നൽകിയ കാവലാണ് ദിക്റ്. ആ ദിക്റ് ചൊല്ലുന്നത്, പതിവാക്കുന്നത് നിർത്തരുത്. ചൊല്ലേണ്ട സമയങ്ങളിലൊക്കെ ദിക്റ് ചൊല്ലണം. സുബ്ഹാനല്ലാഹ്, ദിക്റിന്റെ കാവല് ചെറുതല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് അനുഭവിക്കണം. ദിക്ർ ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ. ഒരുപാട് ദിക്ർ ചൊല്ലുന്ന ഉമ്മമാര്, രണ്ടു കൂട്ടരും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ദിക്ർ ചൊല്ലുന്ന ആണുങ്ങള്, രണ്ടു കൂട്ടർക്കും അല്ലാഹു തആല സജ്ജമാക്കിയിട്ടുണ്ട് മഗ്ഫിറതൻ, പാപമോചനവും, വഅജ്റൻ അദീമാ, നിർവചിക്കാൻ കഴിയാത്ത, നിർണയിക്കാൻ കഴിയാത്ത വലിയ കൂലിയും അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ദിക്ർ ചൊല്ലുന്ന മഹാനായിരുന്നു എന്നല്ലേ ഹദീസിലുള്ളത്. കാന യദ്കുറുല്ലാഹ ഫീ കുല്ലി അഹ്യാനിഹി, മുഴുവൻ സന്ദർഭങ്ങളിലും അല്ലാഹുവിന് ദിക്ർ ചൊല്ലിയിരുന്നു. അങ്ങനെ അല്ലാഹുവിന് ധാരാളം ദിക്ർ ചൊല്ലിയ സ്വഹാബിമാരുടെ കൂട്ടത്തില് ഒരു മഹാനല്ലേ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മദീന പള്ളിയില് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ദർസ് നടത്താൻ വലിയ ഭാഗ്യം കിട്ടിയ മഹാൻ. അത് ചെറിയ ഭാഗ്യമല്ലല്ലോ. അതേ വലിയ വലിയ സ്വഹാബിമാര് മുഴുവനും വലിയ ആദരവോടെ, വലിയ ബഹുമാനത്തോടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കണ്ടില്ലേ? ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് എന്തൊരു ബഹുമാനമാണ് കിട്ടിയത്. മഹാൻ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്കെത്തും. വീട്ടിലേക്കെത്തിയാൽ മഹാനവർകൾക്കൊരു മാലയുണ്ടായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ തസ്ബീഹിന്റെ മാല, ദിക്റിന്റെ മാല 1000 മണിയുള്ള മാലയായിരുന്നു. 20 പ്രാവശ്യം ഇതിങ്ങനെ മറിച്ച് ദിക്ർ ചൊല്ലും. ശേഷമാണ് പതുക്കെ ഒന്ന് ഉറക്കത്തിലേക്ക് നീങ്ങുന്നത്. അപ്പൊ എത്രയായി? ഒരൊറ്റ രാത്രി തന്നെ 20,000 ദിക്റായി.